ഗൈസ് ഒരു പ്രത്യേക തരം ഐറ്റംസ് ഞാൻ കണ്ടിക്കണേ. എന്നിട്ട് എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടല്ലേ? സെറ്റല്ലേ? ഗൈസ് അങ്ങനെ രാവിലെ ആയിട്ട് ഒരു ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞു. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഉച്ചക്ക് ചോറുന്നതിന്റെ ടൈമാണ്. ഇവിടെ ബിസ്മൽക്ക് രാവിലെ സ്കൂളിലൊക്കെ പോയിട്ട് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഉച്ചക്ക് പോയാണ്ട് ഇമ്മച്ചി പോയാണ്ട് എടുത്ത് കൊണ്ടുവന്നു അല്ലേ? ഇവിടെ ഇതാണ്ടോ ചെറുത് ഇന്നലെ കാണാൻ പറ്റാത്തവർക്ക് ഇതാണ് നമ്മളെ ബർസ. ഒരു ഹായ് കൊടുത്താ. ഹായ്. ഫുഡ് കഴിക്കാൻ എന്നാ വളമ്പല തുടങ്ങി. മോട്ട ഇട്ട് കൊടുത്താ, ചോറ് ഇട്ട് കൊടുത്താ. അവിടെ കട്ട് ചെയ്തതാ. ഇജ്ജ് കട്ട് ചെയ്ത് കൊടുക്ക്. അതൊന്നുമില്ല, ചിക്കൻ പിടിക്ക സെന്റർ കട്ട് ചെയ്യാ. ഇന്നലെ നമ്മൾ ഇവിടെ കടന്നുറങ്ങിയത്. മുകളിൽ 2 റൂം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ കടന്നൊക്കെ ഉറങ്ങി. ഇജ്ജ് എപ്പോഴാണ് നീച്ചത്? ഞാൻ നേരത്തെ നീച്ചു. ഒലക്കേജാണ് ആണോ? എന്നിട്ട് പിന്നെ മൂത്രം ചേർന്നിറങ്ങില്ലേ? ആ വീഡിയോ എടുക്കാൻ പോണം ഗൈസ്. മാൾക്കൂടെ ഒന്ന് കറങ്ങണം. അതായത് ഉമ്മമാനൊന്ന് മാളിലൊക്കെ ഒന്ന് കയറണം. പോണ്ടേ? മാളിലൊക്കെ വേണ്ടേ? മെട്രോ ട്രെയിനിലൊക്കെ കയറണ്ടേ? കയറണം. തലറങ്ങും. ഇനി നമുക്ക് ഇവിടെ അപ്പുറത്ത് വേറൊരു വീട്ടിൽ കൂടി കയറാൻ കേട്ടോ. അതായത് നമ്മളെ വീഡിയോ കാണാൻ വേറെ ആൾക്കാരും കൂടി ഉണ്ട്. കുറച്ചപ്പുറത്താണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോകുമ്പോ അവിടെയും കൂടി ഒന്ന് കയറി പോകണം എന്നുണ്ട്. പക്ഷെ അത് പറ്റിയാൽ തീരെ ഉമ്മ പ്രൈസ് ഇട്ടോളി. തിന്നൽ തുടങ്ങിക്കോളി ഉമ്മ. തിന്നൽ തുടങ്ങിക്കോ. എന്താ ഓർഡർ ചെയ്തണം? മന്തി. ഇവിടെ ഉണ്ടാക്കാതെ ഒരു പുറത്തുനിന്ന് ഓർഡർ ചെയ്തണം ഉമ്മ. എന്തിനാ ഞങ്ങള് പുറത്തുനിന്നൊക്കെ? സാധാ ഫുഡ് മതിയായി. അതെ, മന്തിയൊക്കെ വെറുതെ ഓർഡർ ആക്കിയിരിക്കണല്ലേ? മർസ നേരത്തെ സ്റ്റാർട്ട് ചെയ്തോ ജി? ഇത് മുറിച്ചിട്ട് കൊടുക്കേണ്ടി വരുമല്ലോ. കിട്ടലുണ്ടാവും. ബിസ്മിൽക്ക എന്താ കാട്ടണേ? കഴിക്കാൻ വയ്ക്കണ്ടോ? അത്ര ചോറ് മതി എനിക്ക്. ആ കുറച്ചുകൂടിയും കഴിക്ക്. നമുക്കിന്ന് കുറച്ചൊക്കെ കറങ്ങേണ്ടിയല്ലേ? അപ്പൊ കഴിക്കണ്ടേ? അവിടെ ബലം പിടുത്താണ് ഗൈസ്, ബലം പിടുത്തം. മമ്മക്ക് പീസ് കിട്ടിയില്ലേ? അവിടെ ആക്കണ മൽപ്പിടുത്താണ്. ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? വെട്ടി ഒരു പരിപാടി തോന്നുന്നു. എന്തായാലും ഞാൻ നേരെ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ പ്രൊമോഷൻ വർക്കിന് നമ്മൾ പോയാണ്ട് വന്നു. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, കുറച്ച് അപ്പുറത്ത് തന്നെയാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് പോയാണ്ട് വന്നു. അവിടുത്തെ കുറച്ച് വീഡിയോസ് എല്ലാം എടുക്കാനുള്ളതായി. പിന്നെ ഞാനും ഇവനും മാത്രമുള്ളതായി. ഉമ്മമാനക്കും ഓലിക്കൊന്നും ഇല്ലായി. ജസ്റ്റ് അവിടുത്തെ എങ്ങനെ വീഡിയോസ് എടുക്കാനുള്ളതായി. അതൊക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് വന്നാണ്. ഇപ്പൊ ഏകദേശം ഒരു 3 മണി 3:30 ടൈമായി. ഇപ്പൊ ഞങ്ങളാക്കണേ എല്ലാരും മാറ്റിയിരിക്കാണ് അല്ലേ? മാറ്റിയിരിക്കാണ്. ഉമ്മ ഇവിടെ വന്നാണ്. അവിടെ ഡ്രസ്സ് നോക്കട്ടെ. അന്ന് നമ്മള് മോണ്ടന്റെ അതിന് പോയപ്പോ ഇതാക്കിയല്ലേ? ഉമ്മ ഇതാണിയോ? മമ്മി ഇത് കറുപ്പാണ് അല്ലേ? ഗൈസ് ഞങ്ങൾ എല്ലാവരും മാറ്റി ഇവിടെ ഇരിക്കാണ്. ഇതാക്കണം. ഇവിടെ ബർസക്കുട്ടി ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. ബർസ ഒരു ടാറ്റ കൊടുത്താ. ടാറ്റ. ബിസ്മൽക്ക ഒരു ടാറ്റ കൊടുത്താ. മാറ്റി കൊരിങ്ങാണ്ട് കുത്തിരിക്കുന്നുണ്ട്. എടാ ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്തിരിക്കുക. എടാ വേറൊരു കേസും കൂടി ഉണ്ട്. ഞമ്മളെല്ലാരും വെള്ള. അതിൽ ഇമ്മയും മാത്രം ഒരേ കളറ്. വേറൊരു കോമ്പോല്ലേ? നമ്മള് വെള്ള. ഗൈസ് എങ്ങനെ ഡ്രസ് എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. ഇന്ത്യൻ ബിസ്മലിന്റെയും പിന്നെ ബർസക്കുട്ടിന്റെയും പിന്നെ മോണ്ടന്റെയും പിന്നെ ബിസ്മലിന്റെ മാന്റി എല്ലാരും ഒന്ന് കമന്റ് ചെയ്യാ. ഉമ്മ എങ്ങനെയുണ്ട് ഡ്രസ്? അടിപൊളിയാ? ഉമ്മ എന്താ അവസ്ഥ? സൂപ്പർ അല്ലേ? ഗൈസ് നമ്മൾ ഇനി ഇവിടുന്ന് നേരെ പോകാൻ നോക്കണത് നേരെ എടുക്കടാ. നേരെ മെട്രോ കയറിയിട്ട് നമ്മള് നേരെ ലുലു മാൾക്ക് പോണം. ആ പോണതിന് മുമ്പ് ഇവിടെ ഒരു വീട്ടിലും കൂടി കയറാണ്ട്. അത് പോകുമ്പോ നേരെ അവിടെ ജസ്റ്റ് കയറിയാണ് പോകാം. അത് വീഡിയോസ് കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെ നേരെ കയറിയിട്ട് ഇല്ല നമുക്ക് പോവാം. നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അവിടെ വീട്ടുകാരൊക്കെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് പോകാം കേട്ടോ. ഓക്കെ അല്ലേ? ഓട്ടോറിക്ഷ പോയില്ലേ? ഓക്കെ ഗൈസ് നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചിരിക്കണേ. 2 ഓട്ടോറിക്ഷ വിളിച്ചിരിക്കണേ. പിന്നെ ആരും പറയരുത് എനിക്ക് ജാടിയാണെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ആൾക്കാരെ കൂടി കഴിഞ്ഞാൽ എനിക്ക് എന്താ സംസാരിക്കും ഇൻട്രോട്ടാണ് അല്ല പറഞ്ഞല്ല. അപ്പൊ ഗൈസ് നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാത്തോണ്ടാണ്. എന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടി എന്തും പറഞ്ഞു കൊടുക്കും. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ ബർസിയും പറഞ്ഞത് അല്ലേ? അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും ഇനി നേരെ ഇവിടുന്ന് ഓട്ടോറിക്ഷ എന്നിട്ട് ഓട്ടോറിക്ഷ കയറാൻ നോക്കണം. എന്നിട്ട് മറ്റേ വീട്ടിൽ പോകണം. അവിടുന്ന് നേരെ മെട്രോ. അറിയില്ല. അത് കേറുമ്പോ കണ്ടോണ്ടി. അതൊക്കെ നമുക്ക് കാട്ടിത്തരേ. അതൊക്കെ എന്താണെന്ന് സംഭവം നമുക്ക് കാട്ടിത്തരാം. വേറൊരു ടൈപ്പാണ് ട്രെയിനിന്റെ. അതൊക്കെ കാണാം. അതെ എ സി ഉണ്ടാവും.
അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും മുറ്റത്തൊക്കെ ഇറങ്ങി നിൽക്കുകയാണ്. ബിസ്മലും എല്ലാവരും ഉണ്ട് അല്ലേ? നമ്മള് ഇറങ്ങല്ലേ? മമ്മ പോവല്ലേ? അമ്മ പോവല്ലേ? പോവാ ഗൈസ്, നമ്മള് പോവുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിട്ടോ. അതായത് ഇവരെ വീട്ടിൽ എത്തി. നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരനെയാണ് ഓരോ വീട്ടിൽ എത്തി. ഇതാക്കണേ ഉമ്മച്ചിന്റെ അടുത്തേക്ക് വരണം പറഞ്ഞിട്ട് വരി ഇറങ്ങി 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 ബാഗൊക്കെ അവിടെ നോട്ടെ വരും മമ്മ. ഇവര് കൊറേ കാലമായി ഗൈസ് ഇവര് പറയണേ ഇവരെ വീട്ടിൽ വരണം. അപ്പൊ ഞങ്ങൾ ഏതായാലും ഇവിടെ ആലുവ വന്നതാണ്. അപ്പൊ അവിടെ കേറിയിട്ട് പോകാന്ന് വിചാരിച്ചു. വരി. എന്നിട്ട് പേരെന്താ പറഞ്ഞു കൊടുത്തല? ഇവിടെ കറക്റ്റ് എവിടെ ലൊക്കേഷൻ? ആലുവ കാൻഡിക്കർ അല്ലേ? കൊറേ കാലായി പറയുന്നു. ഇമ്മൊക്കെ ഞങ്ങളെ വീഡിയോസ് എപ്പോഴും കാണലുണ്ടെന്ന് പറഞ്ഞല്ലേ അമ്മ? അപ്പൊ കൊറേ കാലായി കാണുന്നത്. അന്ന് നമ്മളെ ലൈവിലൊക്കെ കണ്ടിട്ട് മെസ്സേജ് അയച്ചിന്, വാട്സപ്പിലൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചിന്. ആണോ? ഞങ്ങള് വേറെ കൊറേ സ്ഥലങ്ങളിലൊക്കെ പ്രൊമോഷന്റെ വർക്ക് ഉണ്ടായിന്. അപ്പൊ അങ്ങനെ നേരം വൈകി പോയതാണ്. ആണോ? വീഡിയോസ് കണ്ടോണ്ടിരിക്കാന്. ഞങ്ങളൊന്നോണ്ടി ഞങ്ങള് ഇറങ്ങിയാണ്. കൊറേ കാലം ഇവര് പറയണേ. കാരണം നിങ്ങൾക്ക് തന്നെ അറിയണല്ലേ, നമ്മൾ ഈ ആലുവ എറണാകുളം ഭാഗത്ത് ഒരുപാട് ആൾക്കാർ നമ്മള് വീഡിയോസുകൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിയപ്പോ ഇവര് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ആയിട്ട് അങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഒന്ന് കാണാൻ പറഞ്ഞിട്ട് ഉമ്മമാനെ ഒന്ന് കാണാൻ പറഞ്ഞിട്ട് കുറെ കാലമായി പറയണേ. അപ്പൊ ഇപ്പോഴാണ് ഇൻഷാല്ലാ ഒന്ന് കാണാൻ പറ്റിയത്. എനിക്കറിയാം നിങ്ങൾ വീഡിയോസ് കാണാൻ കുറെ ആൾക്കാർ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. ഇൻഷാല്ലാ എന്തായാലും ഒരു ദിവസം എന്തായാലും കാണാം. അവിടെ എന്തൊക്കെ വെള്ളമൊക്കെ കുടിക്കാൻ നോക്കണ്ടേ? എന്താ തന്നെ ചോറ് കഴിച്ചോ ഞങ്ങള്? ചോറ് കഴിച്ചോ? കഴിച്ചില്ലേ? ആണോ? നമ്മളെ കുറിച്ച് നല്ല മക്കളാണെന്നൊക്കെ പറയണേ. പൊറാട്ട ഇമ്മേ നമ്മളിപ്പോ അവിടുന്ന് ചോറിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അതേ അല്ല ടൈമില്ല, അതുകൊണ്ടാണ്. എങ്ങനെ അല്ല ഇവിടെ ഇതേപോലെ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയത്. ഒരു പ്രൊമോഷന്റെ വർക്കുണ്ടായിന് ഒരു ഷോപ്പിന്, അങ്ങനെ ഇറങ്ങിയതാണ്. ഇല്ല നമ്മളിപ്പോ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളൂ സത്യം. ഉമ്മാനും മമ്മാനും കൊണ്ടാണ് അടുക്കളയിൽ കയറിയിരിക്കണേ. ഫുഡൊക്കെ കഴിക്കാൻ പറയുന്നുണ്ട്. എടുക്കല്ലേ വെള്ളം മാത്രം മതി കേട്ടോ അമ്മ. അല്ലാ ഇൻഷാല്ലാ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ദിവസം വരുന്നുണ്ട്. നമ്മളിപ്പോ ചോറ് കഴിച്ചിറങ്ങണം, അതുകൊണ്ടാണ്. പള്ളം ഫുള്ളാണ്, അതുകൊണ്ടാണ്. സത്യം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി, അതുകൊണ്ടാണ്. ഫുഡ് കഴിച്ചിട്ടിറങ്ങി അതുകൊണ്ടാട്ടോ, അല്ല വേറെ എന്തുകൊണ്ടല്ല. വേറാണെന്നുണ്ടെങ്കിൽ ഒരേ നിർബന്ധം ഫുഡ് കഴിക്കാറുണ്ട്. ഇൻഷാല്ലാ ഒരു ദിവസം എന്തായാലും വരണം. എന്തായാലും ഒരു ദിവസം എന്തായാലും ഇങ്ങോട്ടായിട്ട് ഇറങ്ങണം. പോരെ ഒരു ദിവസം എന്തായാലും ഇങ്ങോട്ട് വരണ്ടേ. നിങ്ങളൊന്നും പേടിക്കണ്ട. അമ്മമാർക്ക് ഒരു വിഷമമില്ല. അമ്മമാർക്ക് കാണണം എന്നുള്ള ഒരു പൂതി ഉണ്ടായി. ഞാൻ എന്തായാലും പരിപാടി കേട്ടോ. നിങ്ങൾ വേറെ ഒന്നും വിചാരിച്ചരുത്. ഇല്ല വേണ്ടാത്തോണ്ടാണ് അമ്മ. നമ്മൾ ഫുഡ് കഴിച്ചു അതുകൊണ്ടാണ്. വരി നമ്മള് വെള്ളം കുടിച്ചില്ലേ? വെള്ളം തന്നെ കുടിച്ചില്ലേ? ടൈം ഇല്ലാത്തതുകൊണ്ടാണ്, വേറെ ഒന്നും വിചാരിച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മള് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. എപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ ഇവിടുന്ന്. ഞങ്ങൾ ഇറങ്ങണ്ടേ? ഞങ്ങൾ പോട്ടെ മമ്മ, പോട്ടെ. അസ്സലാമലൈക്കും. ആയിക്കോട്ടെ കേട്ടോ. ഫോട്ടോ എടുക്കാണ്ടോ? ആയിക്കോട്ടെ. അപ്പൊ നമ്മള് നേരെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ഇനി മെട്രോ പോയോക്കട്ടെ. പക്ഷെ പരിപാടിയൊക്കെ ഉണ്ട് നോക്കട്ടെ. അങ്ങനെ നമ്മളിവിടെ മെട്രോയിലെത്തി. ടിക്കറ്റ് ഒക്കെ എടുത്തിക്കണേ. ഇനി ഇതാക്കണേ. പോവല്ലേ? കേറല്ലേ? എന്നാ പേര് ടിക്കറ്റ് എങ്ങനെ ഇതാക്കണ്ടേ അറിയോ? ഇല്ലല്ലോ, കാട്ടി തരാം. പേര് മമ്മക്ക് എങ്ങനെ അറിയില്ല, കാട്ടി കൊടുക്കാം. മാമ ആ ബാഗ് ഇതിൽ വെച്ചോളി, ആ ബാഗിൽ വെച്ചോളി. മാമ അതിൽ വെച്ചോളി, അത് ഇറക്കി വെച്ചോളി. നീ വരി, നടന്നു വരി. നീ മമ്മ എന്താ പറയാ കാട്ടണ്ടിയ? പോയിക്കോളി. ഓരോ സ്ഥലത്ത് വെക്ക. ഇവിടെ ഇത് കാണുന്നില്ലേ, അവിടെ മെല്ലെ എങ്ങനെ ഇതാക്കിയാണ് വെക്കുക, എന്നിട്ട് പോകുക അപ്പുറത്തേക്ക്. അങ്ങനെ വെച്ചാണ് പെട്ടെന്ന് പോണ്ടേ. ഞാൻ പറയുമ്പോ പോണേ. പോയി. ആ തുറന്ന് പോയിക്കോളി. അതൊരു തരുമോ? എന്റെ കയ്യിൽ നിന്ന് പോയി പോവല്ലേ? ഇല്ലേ? എന്നാ ഇതാക്കണേ ഉണ്ട്. അവിടുന്ന് വേണത് ഇറങ്ങുമ്പോ ഇതാക്കണ കൊടുത്തനെ. പോവാ ഞാൻ നോക്കിക്കണത്. അത് കളയെടുത്തിട്ടെ കയ്യിൽ നിന്ന്. മമ്മ കളയെടുത്തിട്ടോ. എന്റെ കയ്യിലുണ്ട്. മമ്മ കയ്യിൽ ആണോ? എന്നാ കൈ പിടിച്ച മമ്മ. അത് എന്റെ കയ്യിൽ തന്നല്ലേ. നമ്മളിനി എന്തായാലും മോള് പോട്ടെ. ട്രെയിനിൽ കയറണം, മെട്രോ കയറണം.
കേറിട്ടില്ലല്ലോ. നമ്മളിഞ്ഞ് മെട്രോ കയറാൻ വേണ്ടി പോകാണ് ഗൈസ്. അതില് കയറാം, അത് അപ്പുറത്തുണ്ട്, അവിടെ ഉണ്ട്. വരി പോലെ. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ മോൾക്ക് പോകാം. വരി മമ്മ, ഇതില് കയറിക്കണം മമ്മ. എസ്കലേറ്റർ കയറിയിട്ടില്ലല്ലോ. ആ മന പിടിച്ചോണ്ടിയേ. ഒറ്റുണ്ട് നമുക്ക് കയറിക്കോളി. പിടിച്ചോളി. പറത്ത പൊക്കി മമ്മ, പറത്ത പൊക്കി. മമ്മ ആദ്യമായിട്ടാണ്. മമ്മ അവിടെ എത്തിയിട്ട് ഇറങ്ങുമ്പോഴേ പെട്ടെന്ന് കയറണം കേട്ടോ. ഇല്ലേ നോക്കൂലേ. മമ്മ ആദ്യമായിട്ടാണ്. ഇമ്മ ആദ്യമായിട്ടാ. ചാടി കയറിക്കളി അങ്ങനെ തന്നെ. അമ്മ മാട്ടെ അതൊന്നും പറയാൻ പറ്റൂല. ചിലപ്പോ സീറ്റ് കിട്ടും. മമ്മ ഇവിടെ വരി മമ്മ. ഇതാണ് മെട്രോ ട്രെയിന് കേട്ടോ. ഇരിക്കാനും നോക്കട്ടെ. ആരെങ്കിലും ഒക്കെ അപ്പുറത്തെ സ്റ്റോപ്പിൽ ആരെങ്കിലും ഒക്കെ ഇറങ്ങി നോക്കിയിടാം. നോക്കുന്നുണ്ട്. സീറ്റ് കിട്ടി മമ്മ. അല്ല അത് ഇവിടെ നിന്നോളും, പിടിച്ചു നിന്നോളും. ഇരിക്കാൻ ഓക്കെ അല്ലേ മമ്മ? ഓക്കെ അല്ലേ? മെട്രോ കണ്ടിട്ട് ഇമ്മയും മമ്മി ആകെ അന്തം പൊട്ടിക്കണേ. മമ്മ അങ്ങനെ പുറത്തേക്കൊക്കെ നോക്കി കുത്തിരിക്കണ്ട അവിടെ. മമ്മ സ്ഥലം കാണുന്നുണ്ടോ? ഉമ്മ കയറിക്കണം. അമ്മ ആദ്യമായിട്ടല്ലേ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഇങ്ങനെയാണ് വിചാരിച്ചോ മെട്രോ? ഒരു തണുപ്പുണ്ടല്ലേ, നല്ല തണുപ്പില്ല. എ സി അല്ലേ? ഇവന് എ സി ഉണ്ടാവില്ലല്ലേ? ഞാൻ കരുതി ആരും വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന്. ഗൈസ് നമ്മളെ കുട്ടി ബർസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ബർസയും ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ മമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഇരിക്കണുണ്ട്. മമ്മ ഓക്കെയാണ് അല്ലേ? മമ്മ സെറ്റാണ്. എവിടെ കയറി ഇരുന്നാണ്? നേരെ നമ്മൾ എവിടെ കയറിയോ? ലുലു മാൾക്ക്. ഗൈസ് ഉമ്മക്ക് മൊത്തം അറിയണം. ഉമ്മക്ക് നല്ല നീളമുണ്ടോ, എത്ര വീതി ഉണ്ട് അല്ലേ? നേരെ ഞാൻ മാൾക്കാണ്. ഉമ്മ നേരെ മാൾക്ക പോണേ പോലെ. ഗൈസ് ഉമ്മാന്റെ പുതിയത് ഈ ഒരു പെട്ടിക്കൂട് മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് എല്ലാ സാധനം കാണണ്ടോ? അവിടെ അത് കണ്ണാടിയാണെന്ന് വിചാരിച്ചു. അപ്പുറത്തെ ആൾക്കാരെ കണ്ടിട്ട് ഉമ്മ അത് എന്താ വിചാരിച്ചു? കണ്ണാടി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയുള്ള എന്തേ പടച്ചം കൊടുത്തിട്ടുള്ളൂ അല്ലേ? ആ ഉമ്മൊക്കെ തരും. ഒരു ദിവസം മതി നമ്മളോട് കമ്പനി ആവാൻ. അതെ, ആദ്യം ചെന്ന പോലും അറിയില്ല. ആരാന്ന് പോലും അറിയില്ല. ചെന്നപ്പോ ചെറിയ ഇതുണ്ടായിനി. ജനടത്തല്ലടാ. എങ്ങനെയുണ്ട്? സമ്മതിച്ചിട്ടില്ലേ? ആണോ? നടന്നില്ലേ? എത്ര കാലം ഞാൻ പറയണേ ജീവിതത്തിൽ അതേട്ടാ. ഞാൻ നാള് എറണാകുളം പോന്നപ്പോഴും ഉമ്മാനോട് പറഞ്ഞു എൻ്റെ ഒപ്പം പോരുന്നു. അപ്പം ഉമ്മ പറഞ്ഞു ഞാനല്ല, എനിക്ക് മുട്ടുവേനാണ് വിട്ടിരുന്നു. അന്ന് നഷ്ടമായി. ഇപ്പൊ എന്തായാലും പറ്റി, ഇൻഷാല്ലാ അത് പറ്റി. അടുത്ത സ്റ്റോപ്പിലെത്തി. ഇവിടുന്ന് ഇതേപോലെ ആൾക്കാരിറങ്ങും, കയറും, അങ്ങനെ പോകും. പിന്നെ അവിടെ ഇത് തുറന്നു. നമുക്ക് കുറച്ച് പോകണ്ടേ. നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും ഏതൊക്കെ സ്ഥലങ്ങളിൽ എത്തിയെന്ന്. അങ്ങനെ അവിടെ ഡിസ്പ്ലേ ഉണ്ടോ? അവിടെ മുകളിൽ കണ്ടമ്മ? എല്ലായിടത്തുണ്ടോ? അതാക്കണേ അവിടെ കണ്ടോ? അവിടെ മുകളിൽ കണ്ടോ ഡിസ്പ്ലേ? അത് അറിയാൻ പറ്റുമോ ഏതൊക്കെ സ്റ്റേഷൻ എത്തി, എവിടേക്ക് ഇറങ്ങണം, അടുത്ത സ്റ്റേഷൻ ഏതാ, മൊത്തം കാര്യങ്ങൾ അറിയാൻ പറ്റുമോ അതിൽ? എല്ലായിടത്തും ഉണ്ട്. ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും ഉണ്ടാവും. വാതിലിൽ അവിടെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും അത് കാണാൻ വേണ്ടിയിട്ട്. ഏത് മെട്രോ അല്ലേ? ഇതൊന്ന് പറഞ്ഞു കൊടുത്താ. സീരിയസ് ആയിട്ടും കാറ്റില്ലേ? കാറ്റ് വായു കുത്തി കയറ്റി അടിച്ചൊക്കെ പോവുക. ഇമ്മ കറണ്ടാണത്. അതല്ലേ മെട്രോ? ഇലക്ട്രിക് അല്ലേ? ഫുള്ള് ഇലക്ട്രിക് ആണ്. അതുകൊണ്ടാണ് മെട്രോ എന്നല്ല പേരിട്ടിരിക്കുന്നത്. അതുപോലും അറിയില്ലേ ഇത് പെട്രോളാണോ? ഡ്രൈവറോട് ചോദിച്ചൊക്കെ എത്ര മൈലേജ് ഇതിന്. അങ്ങനെ നമ്മളിവിടെ മെട്രോയില് വന്നാണ്ട് ഇറങ്ങി. ഇവിടെ എടപ്പള്ളി നമ്മൾ വന്നാണ്ട് ഇറങ്ങി. ഇനി ഒരു ലുലുമാളാണ് അപ്പുറത്ത്. ഉമ്മ എങ്ങനെയുണ്ടായി നമ്മളെ മെട്രോ? അടിപൊളിയല്ലേ? ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചിനോ? ജീവിതത്തിൽ കയറും വിചാരിച്ചിനോ? ഇപ്പൊ കണ്ടില്ല ആക്കണം. അതാ പോണ് മെട്രോ. നമുക്ക് തിരിച്ചു പോകുമ്പോ തന്നെ പോകണം കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ?
ഇമ്മ എന്താ അവസ്ഥ? നല്ല ചൂടില്ലേ? അതിൽ ഇന്നപ്പോ തന്നെ നല്ല തണുപ്പായില്ലേ? ഏസിയല്ലേ? എന്നാ നമുക്ക് പോവല്ലേ? നമുക്ക് ഇനി നേരെ മാളിന്റെ ഉള്ളിൽ പോണം കേട്ടോ. നായിക്കൂടെ എങ്ങനെ നടക്കാം. ബിസ്മലെ പോവല്ലേ ഗൈസ്? നമ്മളിപ്പോ ഇനി നേരെ ഇവിടുന്ന് ലുലു മാളിന്റെ ഉള്ളിൽ കയറും. ആയിക്കൂടെ എങ്ങനെ നടക്കും. മോട്ടനാക്കണ മുമ്പിൽ പോയിക്കണ്, കുട്ടീനെയും പിടിച്ചിട്ട് മുമ്പിൽ പോയിക്കണ്. ഇമ്പലാക്കണ വരുന്നുണ്ട്. വരും അമ്മ. കാണാൻ ഇനി കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിനെ പറഞ്ഞേ താഴത്തേക്കൂടെ റോഡാണ് കാണണേ. സെറ്റല്ലേ? അടിപൊളിയല്ലേ? ഒന്നും പറയല്ലേ? ഗൈസ് നമ്മ അങ്ങനെ കയറുന്നൊന്നും വിചാരിച്ചില്ലായി, പക്ഷെ നമ്മളാക്കി കൊടുത്തു അല്ലേ? ഇനി എത്രങ്ങാനും സ്ഥലങ്ങളൊക്കെ നമ്മൾ പോകാൻ കിടക്കണേ. അതൊക്കെ ഇനി പോകാൻ കിടക്കണുള്ളൂ. നമ്മൾ ഇവിടുന്ന് നേരെ ഇറങ്ങാൻ നോക്കാം. ഉമ്മാക്കടെ മുമ്പിൽ നടക്കുന്നുണ്ട്, പിന്നെ ബിസ്മലിന്റെ അമ്മയും നടക്കുന്നുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ ലുലുമാളിന്റെ എൻട്രിയിൽ എത്തിയിട്ടോ. പോവല്ലേ? കയറല്ലേ? ഉമ്മ കയറല്ലേ? എന്നാ കയറിക്കോളി, നടന്നോളി, ഒപ്പം നടന്നോളി കേട്ടോ. പിടിച്ചോളി, ഉമ്മമാനെ പിടിച്ചോളിട്ടോ. ഉമ്മ നോക്കി, വയ്യാളൊക്കെ നോക്കി, അങ്ങോട്ട് മുമ്പ് നോക്കി, എന്താ സ്ഥലങ്ങൾ നോക്കി. ഉമ്മ നടുക്കൂടെ നടന്നോളി കേട്ടോ. ഉമ്മ അല്ലെ വൗക്കും വേറെ ഒന്നും ഉണ്ടല്ലോ, വൗക്കും. ചില ഷൂവിന് ഗ്രിപ്പ് ഉണ്ടാവില്ലല്ലോ. ഉമ്മ ഗൈസ് ബിസ്മലിനെ പിടിച്ചാണ് മുമ്പിൽ നടക്കുന്നുണ്ട്. ഞാനും ഉമ്മയും ഒപ്പം നടക്കുന്നുണ്ട്. ഉമ്മ ഞാൻ നേരെ നമ്മളതിൻ്റെ ഉള്ളിൽ കട കയറണേ, മാളിൻ്റെ ഉള്ളിലേക്ക്. മാള് എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് പറയണം കേട്ടോ. ലുലു മാളിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ മൊത്തം കാണും. എല്ലാ സ്ഥലത്തേക്കും പോണ്ടേ കഴിഞ്ഞോ? നമുക്ക് നോക്കാം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാം. കയറിക്കോളൂ, അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിക്കാണേ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ലുലുമാളിന്റെ ഉള്ളിലേക്ക് എത്തി. നീ നോക്കിക്കോ എങ്ങനെയുണ്ട് സ്ഥലങ്ങൾ നോക്കിക്കോണ്ടി. ചുറ്റിനും നടന്നോളി. ഇവിടെ അത് എന്തൊരു കിളിയാണ്. മമ്മ നമുക്ക് ആദ്യം ഒരു സൈഡ് കൂടെ മോൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ മോൾക്ക് കയറാം, അല്ലെങ്കിൽ അടിയിൽ കൂടെ നടക്കണം എന്നുണ്ടെങ്കിൽ അടിയിൽ കൂടെ നടക്കാം. ഏ കൂടെ പോണ്ടിയാ? ഇതിക്ക് നോക്കി പറയും. ഏക്ക പോണ്ടിയാ? എവിടേക്കാ പോണ്ടിയാ? താഴത്തു കൂടെ പോണോ അടി മോൾ കൂടെ പോണോ? മൊത്തം കാണാൻ തന്നെ. എവിടുന്ന് തുടങ്ങണ്ടിയ? ആണോ? ആദ്യം കുറച്ച് നേരം ഇരിക്കണം. ആർക്കെങ്കിലും ഉമ്മമാക്കൊന്ന് ഇരിക്കണം. നമുക്ക് ആദ്യം ഇരിക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ടോ? ഗൈസ് നമുക്ക് അവിടെ ചെന്നിട്ട് കുറച്ച് നേരം ഉമ്മമാനൊന്ന് ഇരിക്കട്ടെ. ഉമ്മമാക്കൊന്ന് ഇരിക്കണമെന്ന്. ആ കൊയങ്ങി ഇവിടത്തെ നടന്നതിന് ഉമ്മ കൊയങ്ങിയാലോ? ആണോ? എന്നാ നടക്കവാ. പോയിട്ട് നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് എടുക്കാൻ പോയി. അതിന്റെ അടി കൂടെ എന്നോ അങ്ങോട്ട് നടക്കി, അങ്ങോട്ട് കിടന്നോളി, മുമ്പ് കിടന്നോളി. ഇനി കയറണോ? ഒരു ട്രെയിൻ വരുന്നുണ്ട്, ആ ട്രെയിനിൽ കയറണം ഉമ്മമാനോട്. വേണ്ട, വെറൈറ്റി ട്രെയിനല്ലേ, സെറ്റാണ് അതിൽ പോകാന്. കുട്ടികളൊക്കെ കൊണ്ടാണ്. ഇപ്പൊ നടക്കാൻ വയ്ക്കാത്ത ആൾക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓലെ മൊത്തം കൊണ്ടേ കാണിച്ചാലാണത്. വല്യമാക്ക് കാട്ടുപോക്കിനെ കാണിച്ചു തരാം. ആക്കനവിടെ കുത്തിരിക്കണേ കണ്ടോ? അതുപോലെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിക്കാം. പോത്ത് അതേപോലെ മാനുകളൊക്കെ ഉണ്ടാക്കി വെച്ചിക്കാം. മാനും പോത്തുകളൊക്കെ. കേറല്ലേ? നമുക്ക് മോൾ കേറില്ലേ? കേറിക്കോളി മമ്മ, കേറിക്കോളി മമ്മ. കേറൂലേ? എന്തൊക്കെ ഒറ്റ ഉണ്ട്. ആ എന്നാ കേറിക്കോളി. ഓക്കെ മമ്മ എന്തൊക്കെയാണല്ലേ? എന്തൊക്കെ സംഭവങ്ങളല്ലേ? മോണ്ടനാകണം അതിന്റെ മുകളിൽ നടന്നു പോയി. ഞാൻ അവിടുന്ന് ഇതേമാതിരി ചാടി കയറണം കേട്ടോ. അവിടെ കയറുമ്പോ ചാടി കയറണേ. ചാടിക്കാന് അല്ല, അങ്ങനെ ചാടരുത്. അത്രക്കും വലിയ ചാട്ടം ചാടണ്ട. അങ്ങനെ എത്രയും മുമ്പ് ചാടണ്ട കേട്ടോ. അവസാനം ഗൈസ് വല്യമാക്ക് ഇരിക്കാനൊരു സ്ഥലം കിട്ടി. മമ്മ സമാധാനം ഇരുന്നപ്പോ കഴിഞ്ഞോ? ആണോ? ആ കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ബാക്കി തുടങ്ങല്ലേ? എല്ലായിടത്തും കേരളം ബിസ്മലൊക്കെ എപ്പോഴും ഇവിടെ വരുന്നല്ലേ? ഓല ഇവിടെ എടുത്ത് തന്നെയല്ലേ അല്ലേ ബിസ്മലെ? അതെ. നമുക്ക് ഇനി ഗൈസ് ഇവിടെ മൊത്തത്തിലൊന്ന് കയറി കാണാനുണ്ട്. ഉമ്മാക്കുണ്ട്. ഉമ്മയാണെന്നുണ്ടെങ്കിൽ കൊയങ്ങി കുത്തിരിക്കാണ്. റെസ്റ്റ് എടുത്തേണ്ടി നമുക്ക് സാവധാനം നോക്കാം അല്ലേ? ഗൈസ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കുത്തിരുന്നപ്പോ കുറെ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്. നമ്മളെ നാട്ടുകാരനെയാണ്. ഏകദേശം മലപ്പുറം ഭാഗത്തിലോ അല്ലേ? മലപ്പുറം അല്ലേ? നിങ്ങള് മേലാറ്റൂരല്ലേ? മമ്മ കൊയങ്ങി കുറച്ച് നടന്നപ്പോഴത്തേനും മമ്മ കൊയങ്ങി. അപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ് ആള്, റെസ്റ്റ് എടുക്കാണ്. ഇതാണ് ഉമ്മമാനെ കൊണ്ട് ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ വന്നാണ് ഇങ്ങനെ പൊതിയും. ഇമ്മമ്മയാണ്. ഉമ്മമ്മ കഴിഞ്ഞുള്ള ബാക്കി എല്ലാവരും അവിടെ ഫോട്ടോഷൂട്ടാണ് ഗൈസ്. അതൊക്കെ നടക്കട്ടെ. സാവധാനം നമുക്ക് എല്ലാ ഭാഗത്തൂടും കറങ്ങിയിട്ട് വരാം. ഇവിടുത്തെ ഒന്ന് പൊയ്യട്ടെ എന്തായാലും. ഓളൊക്കെ നോക്കി ചിരിച്ചുണ്ട്. എനക്ക് കുറവാ ബർസ കുട്ടിയെ? എനക്ക് വല്ലതും അറിയണോ? പൈസ ഇല്ലേ നമുക്ക്? എന്തെങ്കിലും കുടിച്ചണ്ടേ? കുടിച്ചാട്ടോ. നമുക്ക് ഐസ്ക്രീം തിന്നാ. അപ്പോൾ ഉമ്മ വെറുതെ ഉമ്മയുടെ വെറുതെ ആർക്കും വേണ്ടത്. അനക്ക് ഫോട്ടോ എടുക്കണോ? എന്നാ എടുത്തേച്ചി, ഇജ്ജ് ഫോട്ടോ എടുത്തോ.
ഓൾക്ക് കുറവായി. ആയിക്കോട്ടെ ശരി, ഇൻഷാല്ലാ കണ്ടെന്തായാലും കേട്ടോ. കണ്ടതിന് സന്തോഷം. മേലാറ്റൂര് ആയിക്കോട്ടെ ഇൻഷാല്ലാ കണ്ടെന്തായാലും കേട്ടോ. ശരി, കണ്ടതിന് സന്തോഷം. ഓക്കെ ശരി. എന്താണ് ഇവിടെ എന്താണ് വൈകിക്കണോ? ഇനി നടക്കല്ലേ? ഉമ്മ വീണ്ടും എനർജി ആയിക്കണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി നടക്കാം. മോണ്ടെ ഉമ്മ പിന്നെ എനർജി ആയി, കുറച്ചുകൂടി നടക്കാന്ന്. ആണോ? നമ്മളെന്നായോ ആദ്യം നമുക്ക് കൂടെ തുടങ്ങണ്ടേ? താഴ്ന്ന് കയറണത് മുകളിൽ കയറണം എങ്ങനെയാണ്? അതാണ് ഒരു സംശയം. ഒരു മാൾക്ക് കയറി കഴിഞ്ഞാൽ ഡൗട്ടാണത്. കൂടെ പോയി കഴിഞ്ഞാലും എവിടെ ഞമ്മക്ക് തന്നെ വൈകി കറക്റ്റായിട്ട് അറിയാം. സത്യം. മമ്മാനെ കൊണ്ട് അങ്ങനെ കറങ്ങി ഏറ്റവും മുകളിലൊക്കെ പോയേക്കാം. ഉമ്മമാനെ അവിടെ ഇട്ടാണ് പോയാണ്ടല്ലോ, ഉമ്മ അന്തം വിടും. ഉമ്മ അന്തം വിടും. ഉമ്മമാനെ വേറെ ആരെങ്കിലും പൊറുക്കി കൊണ്ടുപോയി ചെയ്യും. ഒന്നല്ലേ വെറുതെ നടക്കാം. തണുത്ത വെള്ളം നമുക്ക് ആദ്യം വെള്ളം കുടിച്ചാൽ പോവാം. ആണോ? ഏറ്റവും താഴെ? ഓക്കെ. ചാടി ഇറങ്ങണേ. ഇറങ്ങിക്കാണ് ചാടിക്കടി. അല്ല ഇവിടെ വേറൊരു സാധനം കണ്ടു. ഇമ്മ ഇതെന്താ സാധനം അറിയോ? റോബോട്ട്. റോബോട്ടിന്റെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിക്ക. കണ്ടോ എന്താ അവസ്ഥ? ഊരൊക്കെ കൈ കൊടുത്താണ്ടല്ലേ ഓരോരുത്തരും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിക്ക ഓരോ രീതിയില്. ഇത് സത്യം പറഞ്ഞാൽ ഹോളിവുഡത്തെ ഒരു പടമാണ്. ഒരു പടത്തത്തെ അതേമായിക്ക് ഉണ്ടാക്കി വെച്ചിക്കവര്. ഒരു സിനിമത്തെ അതേമായിക്ക് ഉണ്ടാക്കി വെച്ചിക്ക അമ്മ. എന്തെല്ലാം പണിയാളല്ലേ. ഇതൊക്കെ ഓരോരോ കടകളാണോ ഇതിന്റെ ഉള്ളില്. ഇത്രക്കും വലിയ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കുറെ കടകളുണ്ട്. അതിനാണ് പറയുന്നത് മാള് കേട്ടോ. അത് കണ്ടോ ബാഗിന്റെ കട, അപ്പുറത്തെ ഡ്രസ്സിന്റെ കട ഒക്കെ കണ്ടോ, അതിനാണ് പറയണേ. മേൾക്ക് ഇഞ്ഞുണ്ട് കണ്ടോ, മോൾക്കൊക്കെ ഇഞ്ഞുണ്ട്. ഇഞ്ഞുണ്ട് താഴത്തേക്ക് ഇഞ്ഞുണ്ട്. ഇഞ്ഞും താഴത്തേക്കുണ്ട്. താഴത്തേക്ക് ഇഞ്ഞുണ്ട്. അതൊക്കെ നിലൊക്കെ കുറെ ഉണ്ട്. നിലൊക്കെ 3-4 നില ഉണ്ട്. അന്തം മുട്ടിക്കാണ് വല്യമ്മ. വല്യമ്മ ആകെ അന്തം മുട്ടിക്കണം. അത് കിളി പോയിക്കണോ? ആദ്യമായിട്ട് കാണല്ലേ. അതിന്റെ ഒരു ഷോക്ക് ഉണ്ട് ഉമ്മക്ക്. പിന്നെ ഏതൊക്കെ എക്കച്ചക്കയിൽ അങ്ങനെ പോകുന്നുണ്ട്. കൊറേയൊക്കെ കണ്ടാണല്ലേ. നമ്മളാദ്യമായിട്ടല്ലേ, വല്യമ്മ ആദ്യമായിട്ടല്ലേ അല്ലേ? കറങ്ങനെ വല്യമാനെയും കൊണ്ട് കറങ്ങാൻ പോയില്ല എന്നുള്ള പരാതി വേണ്ട ഗൈസ്. നമുക്ക് എന്തായാലും ആദ്യം താഴെ കറങ്ങിട്ട് വന്നിട്ട് വാങ്ങാം. നമുക്ക് എന്തായാലും താഴത്തേക്കാണ് ഇറങ്ങേണ്ടിയത്. സ്റ്റെയർ കേസ് കൂടെ ഇറങ്ങേണ്ടിയത്. സ്റ്റെയർ കേസ് ഇവിടെ എസ്കലേറ്റർ കൂടെ. മമ്മ വരി, നേരത്തെ വന്ന മൈക്കേ ഇത് കൂടെ ഇറങ്ങേണ്ടിയത്. സ്റ്റെപ്പിലും മമ്മക്ക് ഇറങ്ങാൻ പോയിക്കൂല, കാലുവേനാണ്. പറഞ്ഞേക്കേ നേരത്തെ ഇറങ്ങിയ മൈക്ക് ഇറങ്ങണ്ട മമ്മ. അത് പൊക്കി പിടിച്ചോളി കേട്ടോ. ഒരു സൈഡ് കൂടെ ഇറങ്ങി. എന്നാ ഇന്നെ പിടിച്ചോളി. നമുക്ക് ഉണ്ടാക്കും ഒപ്പം ഇറങ്ങാം. ഉമ്മാനെ കൊണ്ട് പോകുന്ന ഒരു ടാസ്ക് തന്നെ ഉണ്ട് ഗൈസ്. ഇമ്മക്ക് പിന്നെ കുഴപ്പമില്ല. അമ്മ ഗൾഫിൽ നിന്നൊക്കെ കയറിക്കണെന്നാ പറഞ്ഞത് അല്ലേ? എക്സ്പീരിയൻസ് ഉണ്ടല്ലോ കുറച്ച്. ഞങ്ങൾ തന്നെ ഉള്ളൂ. ഉമ്മമാനെ കൊണ്ടാണ് നമുക്ക് മെയിനായിട്ട് കറങ്ങേണ്ടത്. എല്ലാ സ്ഥലവും ഒന്ന് കാട്ടി കൊടുക്കണം. മാള് മൊത്തത്തിലൊന്ന് നമുക്ക് കാട്ടി കൊടുക്കണം അല്ലേ വല്യമ്മ? അതൊക്കെ ഉണ്ട്. അപ്പൊ കുറേ ഉണ്ട്. എന്തായാലും മൊത്തം കാണാം. നീ ചാടി ഇറങ്ങി കേട്ടോ. അല്ലാ അത്രേ ഉള്ളൂ ഗൈസ്. വല്യമ്മ പഠിച്ചോട്ടെ. എസ്കലേറ്ററൊക്കെ വല്യമ്മ പഠിച്ചിട്ട് താഴെ പോയാണ്ട് വെള്ളം കുടിക്കാം. അത് നമുക്ക് അപ്പുറത്ത് കൂടെ ഉണ്ടാവും. നെസ്റ്റോന്റെ ഉള്ളിൽ കൂടെ തലങ്ങും പെരങ്ങും നടന്നു വള്ളത്തിന് വേണ്ടിട്ട്. മറ്റേ ഒരു തേങ്ങ അറിയാത്ത ഒരു മാളുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വാങ്ങിങ്ങള് അവിടേക്ക് പോയിരിക്കണേ. എവിടെ ബിസ്മിലാണ് നടന്നേ. ബിസ്മിലിമ്മയാണ് പോയിക്കണേ. ബില്ലിനെ കണ്ട് അങ്ങോട്ട് പോയിക്കണേ. ബില്ലടിച്ചാൻ വേണ്ടി പോയിക്കണേ. നമുക്ക് പോവല്ലേ? ഇത് ഇവിടുന്ന് ബില്ലടിച്ചതിന് ശേഷം നമുക്ക് പൊട്ടിച്ചു കുടിച്ചാൻ പറ്റുള്ളൂ. നമുക്ക് പുറത്തായിട്ട് കുടിച്ചോട്ടോ. ഇതുകൊണ്ട് ഒരു സ്ഥലത്ത് പോയി ഇരിക്കട്ടെ. അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കാണാം. ഇങ്ങനെ കുടിച്ചാൻ വെള്ളം സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളിപ്പോ ഇരിക്കണ സ്ഥലമാണ് ഇവിടെ അല്ലേ? കിട്ടിയ സ്ഥലത്ത് നിന്നാണ്ടിരിക്കാണ്. ഇതെന്താ കാര്യം? എന്താ ലേസോ അതൊക്കെ പൊട്ടിച്ചു തരുന്നുണ്ടേ മമ്മ. അവസാനം കുത്തിരിക്കാൻ കിട്ടിയ സ്ഥലം എങ്ങനെയുണ്ട്? ഇരുന്ന് കിട്ടിയാൽ മതി എന്നാണല്ലേ? കൊയങ്ങി പോയി ഗൈസ്. ഇവിടെ ഇരുന്നിട്ട് ഇരിക്കാധികം സ്ഥലം അധികം. അല്ലെങ്കിൽ പിന്നെ മോള് പോണം ഫുഡ് കോർട്ടിന്റെ അവിടെ. അല്ലെങ്കിൽ അതിന് പിന്നെ അമ്മമാക്കാണെന്നിട്ട് അധികം കയറാനും പോയിക്കൂല. അപ്പൊ അങ്ങനെ നിന്ന് പോയതാണ്. ഇനി എന്തായാലും കുറച്ചു നേരം ഈ കൂടെ ഇങ്ങനെ നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് മെല്ലെ സാവധാനം നമുക്ക് മോൾക്ക് പോകണം. കുറച്ചേരം ഇരുന്നാ റെസ്റ്റ് എടുത്താണ് വണ്ടി പോകണ വൈകണല്ലേ? ഉമ്മ എങ്ങനെയുണ്ട്? കൊയങ്ങില്ലേ? അതാണ് പറഞ്ഞത്. നടന്നാ തേകില്ല, അതാണ് പ്രശ്നം. വേറെ പ്രശ്നമൊന്നുമില്ലല്ലേ? എവിടേക്കേ എത്തിക്കണ്. നമുക്കും കറക്റ്റായിട്ട് അറിയൊന്നുമില്ല. ഞങ്ങൾ മാളിന്റെ ഉള്ളില് ഒരു സാധനങ്ങളൊന്നും ഇങ്ങനെ നോക്കാൻ അങ്ങനെ ഇറങ്ങിയതാണ്. അതായത് ഫേസ് വാഷും അതേപോലെ സ്പ്രേയും പിന്നെ ബാഗൊക്കെ. അപ്പൊ കുറച്ച് സാധനങ്ങൾ ഞാൻ മകൾക്ക് അടി കൊടുത്തു. വില കണ്ടിട്ട് മന്റെ കണ്ണ് തള്ളിയിരിക്കണ്. ഇതിന്റെയൊക്കെ വില എത്രയമ്മ? എത്ര വില? എത്ര? 2500 റുപ്യ ഉള്ളൂ അല്ലേ? വെറും 2500 റുപ്യ. ഇനി വേറെ സാധനം കാട്ടിത്തരാം. ഞാൻ എത്ര അങ്ങോട്ട് തിരി 9,999 റുപ്യ. ബ്രാൻഡ് സാധനമാണ്. അതാണ് ക്വാളിറ്റിയുടെ സാധനമാണ്. ബ്രാൻഡ് സാധനമാണ്. അതുകൊണ്ടാണ് ആ വില വരുന്നത്. ഇവിടെ ഒക്കെ ബ്രാൻഡാണ്. അതായത് ഈ ബ്രാൻഡാണ് ഇതാക്കണ ഈ സാധനം. ഈ സാധനം ആ ബ്രാൻഡിന്റെ സാധനങ്ങളാണ്. അതിന് 13,000.
ബ്രാൻഡ് സാധനങ്ങളാവും, മനസ്സിലായോ? ഇതേമാതിരി കുറെ ഷോപ്പുകളുണ്ട് ഇതിനുള്ളിൽ കൂടെ. ഞങ്ങൾ ഇങ്ങനെ മാൾ കൂടെ ഇങ്ങനെ തെണ്ടിത്തിരി ഇങ്ങനെ നടന്നപ്പോഴാണ് ഇമ്മ ഒരു സാധനം ഞങ്ങൾക്ക് കാട്ടി തന്നെ. എന്താണ് മമ്മ? എന്താണ്? പുള്ളിമാന്റെ കൊമ്പോ? ഗൈസ്, അല്ലൻസൊള്ളി കണ്ടിട്ട് പുള്ളിമാന്റെ കൊമ്പ് അല്ലേ? പുള്ളിമാന്റെ കൊമ്പ് അല്ല, മമ്മാനെ പറഞ്ഞിട്ടും കാര്യമില്ല. നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ഇറക്കി കഴിഞ്ഞ അവസ്ഥ അതാണ്. ശരിക്കും തന്നെയാണ് പുള്ളിമാന്റെ കൊമ്പ് തന്നെ അല്ലേ? അതന്നെയാണതേ. അതൊരു ബ്രാൻഡാണ്, വലിയ കമ്പനിയാണത്. അമേരിക്കയിലൊക്കെ ഉള്ള വലിയ കമ്പനിയാണത്, ഡ്രസ്സിന്റെ കമ്പനിയാണ്. ഓല ചിഹ്നാണത്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നടന്നപ്പോ അങ്ങോട്ട് നോക്കി പുള്ളിമാന്റെ കൊമ്പ്. ഞാൻ നോക്കിയപ്പോ അല്ലൻസൊള്ളി കുറച്ചാണേ. നമ്മളെ ഇപ്പൊ ഉണ്ടായിരുന്ന ബിസ്മലിന്റെ ഇമ്മയും കുട്ടിയും ഓല് തിരിച്ചു പോയിട്ടോ. അതായത് ചെറിയ കുട്ടീനെ കൺട്രോൾ ചെയ്തിട്ട് നിൽക്കില്ല. അപ്പോൾ ഓല് തിരിച്ചു പോയി. അപ്പോൾ ഈ ബിസ്മലിനെ നമ്മളെ ഏൽപ്പിച്ചണേ, നമ്മളിപ്പം ഏൽപ്പിച്ചണേ. നമ്മൾ രാത്രി നേരെ പോകുമ്പോൾ നമ്മളവിടെ ആക്കിയാൽ മതി, കൊണ്ടയാക്കി കൊടുക്കണം അല്ലേ? നമുക്ക് എന്നാൽ മോൾക്ക് പോകല്ലേ? ബാ നടക്കുന്ന മോൾക്ക് ഇറക്കി. അമ്മ ഫുഡ് കഴിച്ചിട്ട് കഴിയുമ്പോൾ ഫുഡിന്റെ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കജ്ജി കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കോളൂ. ഇതാക്കണം ഇവിടെ വെള്ളമുണ്ട്, അതിൽ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കടി. വേണ്ടല്ലേ? ഓപ്പടുത്ത് കഴിക്കുന്നില്ല, അങ്ങനെ കഴിക്കുന്നില്ല. കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ? നമുക്ക് ബാക്കിയും കൂടി കാണാം. വേറെ സാധനം കൂടി നോക്കിയോട്ടെ. ഇത് നോക്കിയാ അമ്മ ഗ്ലാസ് കൊണ്ട് കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇത് കാണില്ലേ? ഞാൻ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരുന്ന സാധനങ്ങളാണ്, വെറൈറ്റി സാധനങ്ങള്. ഒരു പട്ടിക്കുട്ടിനെ കിട്ടി, കൊരക്കണ പട്ടിക്കുട്ടി. മമ്മ എന്താ ഒച്ചമുള്ളി ഉണ്ടാക്കണ ഓരോ സാധനങ്ങളെ മമ്മ കാട്ടി തരുന്നുണ്ട്. വേണോ? നേരം പോക്കിന് കടിച്ചു നോക്കണത് ആണോ? ആഹാ, കോഴിക്കളെ നോക്കാൻ ഒരാളായിക്കോളും. ഏതല്ലേ സെറ്റായില്ലേ? മമ്മക്കാണോന്ന് അതിനിങ്ങോട്ട് അതാ അതിനോ ആണെന്ന് വാങ്ങിക്കൊടുക്കടാ ഒരു പട്ടിക്കുട്ടിനെ. ആണോ? ആ അങ്ങനെ നമുക്കൊരു വാൾ കിട്ടി. എലിമ ഹൻസപ്പ് തല നോക്കി, അല്ല കൈ നോക്കി. ഒച്ചിമുളിയൊക്കെ ഉണ്ടാക്കണ്ട ഗൈസ്. മോണ്ടാ ഇതെന്താ ജി വെറൈറ്റി സാധനം. കളറ് അങ്ങനെയൊക്കെ ചെറുതായിട്ട് മിന്നി കത്തിയൊക്കെ മാറും. കുത്ത് കട്ടപ്പ ബേക്കെന്ന് കുത്തി ബാഹുബലിനെ കുത്തി വാങ്ങിക്ക്. കളിപ്പാട്ടങ്ങൾ വേണം മമ്മക്ക് ഒറ്റ കുത്തിരിക്കുമ്പോ കളിച്ചു കുത്തിരിക്കാന് വേണോ? വേണ്ടേ? ഗൈസ്, ഒരു പ്രത്യേക തരം ഐറ്റംസ് ഞാൻ കണ്ടിക്കണേ. അമ്മ അവിടെ നിക്ക്. ഇങ്ങോട്ട് നോക്കിക്ക്. നീ രണ്ട് വാക്ക് പറഞ്ഞാണ്. എന്താണ് നമ്മളെ ഇവിടെ കൊച്ചി ലുലു മാളിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടല്ലേ? സെറ്റല്ലേ? പോയോ? പേടിച്ചോ? എന്ത്? 2300 പോയോ? ചത്തോ? ഇത് വാണേ കൊണ്ടിരിക്കോ? മലമ്പാമ്പ് ഏതല്ലേ? ആണോ? ഇതൊക്കെ ഉണ്ടായില്ല ഇവിടെ? അതല്ല ഗൈസ്, വേറെ ചെറിയ പ്രശ്നം. എന്താണ്? അമ്പുണ്ട്. പച്ചലിപ്പാമ്പ്. മമ്മ ഒരു സാധനം വാങ്ങി തരുമോ? റിമോട്ട് കാർ വാങ്ങി തരുമോ? റിമോട്ട് കാർ ഗൈസ്, ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒച്ചയും പൊടി ഉണ്ടാക്കിയിട്ടുണ്ട്. റിമോട്ട് കാർ വാങ്ങി തരണം പറഞ്ഞിട്ട് അന്നൊക്കെ എന്നിട്ട് വാങ്ങി തന്നും ചെയ്തില്ല. മിനി മോട്ടർ എടുത്താണ്ട് പുറത്തേക്ക് എടുക്കും. ആണല്ലേ ഗൈസ്? ഇതൊക്കെ കാണുമ്പോ നൊസ്റ്റാൾജിയ. ഇനി കുട്ടികളുണ്ടാകുമ്പോ എനിക്ക് കുട്ടികളുണ്ടാകുമ്പോ ഓൾക്ക് വാങ്ങി കൊടുക്കല്ലേ? അല്ല അപ്പച്ചും കളിച്ചാലോ ആണെങ്കിൽ അല്ലേ?
അങ്ങനെ ഞങ്ങൾ കൊയങ്ങി. ടൈം ഏകദേശം എത്രയായി? ലുലുമാള് മൊത്തം കാരണം ആയിക്കോട്ടെ തെണ്ടി അവിടെ നിരങ്ങി അവിടെ കടന്ന് പറയാനൊന്നുമില്ല. പൗതിക്കൊന്ന് പിന്നെ ബിസ്മലിന്റെ മെച്ചിയും പറസിയും പോയി അല്ലേ? അതായത് ചെറിയ കുട്ടി കരഞ്ഞ് സീനാക്കി അങ്ങനെ പോയി കഴിച്ചു. അങ്ങനെ പോയി. പിന്നെ വേറൊരു കാര്യം കഴിച്ച് നമ്മളങ്ങോട്ട് കൊണ്ടാക്കിയത് നമ്മളെ നാട്ടിൽ തന്നെ അല്ലേ? നമ്മളെ അടുത്തില്ല, നമ്മള് ഊബർ വിളിച്ചിട്ടാ പോകുന്നത്. ഇതൊക്കെ നമ്മള് നല്ല കമ്പനിയാണ് കേട്ടോ. അതെ, പെരുന്തൽമണ്ണയിലേക്ക് തന്നെയാണല്ലോ. നമുക്ക് എന്താ പരിപാടി? ഇനി നേരെ ചെന്ന് കടന്നാണ് ഉറങ്ങുക. നാളെ രാവിലത്തെ ട്രെയിനിൽ കഴിച്ച് നമ്മള് പെരി പോകും. ബിസ്മലി നാളെ രാവിലെ നീച്ചോ? 7 മണിക്ക് ട്രെയിൻ ഉണ്ട് എന്നാണ് അതിൽ പോകണം. ട്രെയിന് നമ്മള് രാത്രി പോകാനാണ് കേട്ടോ കഴിച്ച് വിചാരിച്ചത്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാല് നാളെ ശനിയാഴ്ചയാണ്, ഞായറാഴ്ച. നാളെ ഞായറാഴ്ചയാണ്. അപ്പൊ നല്ല തിരക്കുണ്ടാവും. അതെ, വേണ്ടാന്ന് കരുതി നമുക്ക് ഇരിക്കാനുള്ളത് ഉണ്ടാവില്ല. അതുകൊണ്ട് നാളെ രാവിലത്തേന് പോകാന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയാണ് തീരുമാനിച്ചത് അല്ലേ മമ്മ? അങ്ങനെ പോയപ്പോരെ മമ്മക്ക് ഉറക്കം വന്ന് അങ്ങ് എത്തിക്കണം. സാധാരണ 7 മണിയാകുമ്പത്തിന് തീരുമാനമാണ് മമ്മക്കാണ്. ഇത് നട്ടപ്പോ എത്ര മണിയായി? 10 മണിയോ 12 മണിയോ വന്നില്ലേ? ഉറക്കം തൂങ്ങിയിട്ട് ബിസ്മില്ല ആകെ ഉറക്കം വന്നിട്ടുണ്ട്. ഉറക്കം തൂങ്ങാണ്. ഇമ്മാകണ മുമ്പിൽ അടക്കണ്ട് കേട്ടോ. എല്ലാവരും ക്ഷീണിച്ചിരിക്കണം ഗൈസ്. അവിടെ ചെല്ലട്ടെ, എത്തിയിട്ട് കിടന്നുറങ്ങാൻ നോക്കട്ടെ. അപ്പൊ എന്തായാലും ഗൈസ് പെരെത്തി. നമുക്ക് ബാക്കി നമുക്ക് നാളെ രാവിലെ കാണാം.